ഹലോ. ഇപ്പൊ ഉച്ച ഒരു 12:30 ആയിട്ടുണ്ട്. കുട്ടി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്ന പരുമാണ്. രാവിലെ പോയപ്പം കിച്ചൺ ഞാൻ ഒന്നും എനിക്ക് ഒതുക്കാൻ എന്നല്ല, 2-3 പാത്രം കഴുകാനുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പ് തുടച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് സമയമില്ലായിരുന്നു. അവളെയും കൊണ്ട് പടപടാന്ന് ഒരുങ്ങി ഇറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇനി ഉച്ചക്കത്തുള്ള ഊണ് പരിപാടിയിലേക്ക് പോകാന്ന് വെച്ചു. കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈറ്റബിൾസ് ഒന്നുമില്ല, കുറച്ച് ഉണ്ണിയപ്പം, ലഡു. പിന്നെ ഇവക്ക് ബോളി ഉണ്ട്, അപ്പം ബോളി വേണമെന്ന് പറഞ്ഞു. ഇനി വൈകിട്ടപ്പോൾ ഇനി പായസം ഉണ്ടാക്കണം. അതൊരു മെനക്കേടാണ്, എന്നാലും ഉണ്ടാക്കി കൊടുക്കുക, നമ്മളെ കുട്ടികളല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചീനിയും ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്വിഗ്ഗിയിലൊക്കെ ഭയങ്കര റേറ്റ്. പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോയില്ല. പിന്നെ ഏക്കുട്ടി കുടിച്ചിട്ട് പോയ ജ്യൂസ് ബാക്കി അവിടെ ഇരുന്നു. അതപ്പോൾ ഞാൻ ഇത് കുടിച്ച് തീർക്കുകയാണ്, വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ ചിക്കൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു കവറും കഴുകി അങ്ങ് ഉണക്കാനിട്ട് ആ പരിപാടി അങ്ങ് തീരുമല്ലോ. പിന്നെ ആ കവറങ്ങ് ഹരിതകർമ്മസേനയുടെ ആ ഒരു ഇതിലങ്ങ് ആക്കി വെച്ചാൽ അതും തീർന്നു. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാ പ്രാവശ്യവും ഞാൻ വാങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് മാറ്റി വെക്കുമ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. അതെല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കും. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഭഗവാനെ, ഞാൻ രാവിലെ ചോറ് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടാണല്ലോ പോയത്. അതെടുത്ത് പിന്നെ വീണ്ടും ചൂടാക്കണ്ടേ, എന്നാലല്ലേ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്യണം ഇതിങ്ങനെ ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം, എന്തായാലും ഇതിന് കുറച്ച് പരിപാടീസ് ഉണ്ട്, ആ സമയം കൊണ്ട് അത് അവിടെ ഇരുന്ന് അങ്ങ് കുക്ക് ആയിക്കോളുമല്ലോ. അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്തു. പിന്നെ രാവിലെ ഞാൻ ഗ്യാസിൻ്റെ ടോപ്പൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തി ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കുറച്ച് പൊടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അങ്ങോട്ട് പരിപാടിയിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ ഞാൻ അതിനുള്ള കൊച്ചുള്ളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്താണ് ചെയ്യുന്നത്. സാധാ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, ഇങ്ങനെ കൊച്ചുള്ളിയും സവാളയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഈ തൊലി ഇങ്ങനെ പൊളിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കഷ്ടകാലത്തിനും എൻ്റെ വിശപ്പിനിട്ട് ആകെ കൂടുതലുണ്ടോ ആയതുകൊണ്ട് എനിക്കറിയില്ല, അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തു വന്നിരുന്നാണ് ചെയ്യുന്നത്, കാരണം അകത്ത് കിച്ചണിൽ ഫാൻ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇങ്ങനെ നല്ല രീതിയിലാവുന്നില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പം ഞാൻ പിന്നെ പുറത്തു വന്നിരുന്നാണ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ അരിയക്കം സംഭവങ്ങളൊക്കെ കാരണം കിച്ചണിൻ്റെ ബാക്കിൽ അധികം സ്ഥലമൊന്നുമില്ല, ഇവിടെ ഒന്ന് ഇരിക്കാനും നല്ല സുഖമാണ്, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടും ഒക്കെ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ഗ്യാസിൽ അരി വെച്ചപ്പോൾ അതിൻ്റെ തിളച്ച് വന്ന ശേഷം ഈ അടപ്പെടുത്ത് മാറ്റുന്ന കാര്യം വിട്ടുപോയി. അവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇരട്ടിപ്പണി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു, അരിയൽ പരിപാടീസ്. അത് കഴിഞ്ഞ് ചിക്കൻ ക്ലീനിങ് പരിപാടീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ ഇങ്ങനെ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു അല്പം എല്ലാം നമ്മൾ ചേർക്കേണ്ട പൊടികളുടെ സ്വല്പം ചേർത്ത് ഞാൻ ഒന്ന് പുരട്ടി വെക്കും. അപ്പം അത് അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോളും. ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് അതിന് മുമ്പിട്ട് വെച്ചാലും അത്രയും നല്ലതാണ്. എനിക്കിന്ന് സമയം ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ചിക്കൻ കുക്ക് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പം അത് അവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നീട് പോയി കപ്പ റെഡിയാക്കാമല്ലോ. അതുവരേക്കും എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചു, കടുവ എല്ലാം ഇട്ട് ഉള്ളിയെല്ലാം ആക്കിയിട്ടുണ്ട്. ഉള്ളി ഉള്ളി ഇട്ടപ്പോഴാണ് കണ്ടത് ഒരു സവാളയുടെ പകുതി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ സ്പീഡി ഇപ്പോൾ നമ്മളെ മീനൊക്കെ ആ പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ചട്ടി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ, കാരണം ഉള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ചട്ടിയിലോട്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞങ്ങ് ഇടും. അതപ്പോൾ എനിക്ക് വേറെ പാത്രം എടുക്കണ്ട, കഴുകണ്ട, എല്ലാം മടിയാണെന്നേ. അങ്ങനെ ഞാൻ ഉള്ളി ഒന്ന് വഴറ്റി ഇതാക്കിയിട്ട് ഇരുന്നപ്പം തന്നെ കുട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പാവത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ല, സമയം അപ്പോഴത്തേക്ക് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ഉണ്ണിയപ്പം കൊടുക്കാമെന്ന് പറഞ്ഞെടുത്തപ്പോൾ ആൾക്ക് ഉണ്ണിയപ്പം വേണ്ട. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരെണ്ണം കൊടുക്കുകയാണ്. ആൾക്ക് ഉണ്ണിയപ്പത്തിനോട് വലിയ പ്രിയമില്ല എന്ന് തോന്നുന്നു, പക്ഷെ അമ്പലത്തിൽ ഉണ്ണിയപ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനിക്ക് പണ്ടുണ്ടല്ലോ, ഞാൻ ചിക്കൻ കറി എത്ര വെച്ചാലും എനിക്ക് അങ്ങോട്ട് തൃപ്തമാവൂലായിരുന്നു. എനിക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടൂലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഉള്ളി വഴറ്റുമ്പം നന്നായിട്ട് ഉള്ളി വഴറ്റണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ചതച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഉള്ളി വഴറ്റി വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനെ
തക്കാളി ഒന്നും ഇട്ട് കുളവാക്കാറില്ല കേട്ടോ. എനിക്ക് തക്കാളിയൊക്കെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. എന്താണെന്ന് എനിക്കറിയാറില്ല. ഞാൻ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി തക്കാളിയുടെ പകുതി അങ്ങനെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചാൽ ആ പീസ് ഇങ്ങനെ കാണണം ഒരു ഭംഗിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പൊടി ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അധികം മൂക്കാൻ ഞാൻ അനുവദിക്കാറില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇടും. അപ്പം അതിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റുമാണ്. അധികം മൂത്ത് പോയാലും അതിൻ്റെ ടേസ്റ്റ് മാറാറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചിക്കനിൽ ബ്രോയിലർ ചിക്കൻ ആണല്ലോ, അതിനകത്ത് വെള്ളം ഒഴിക്കാറില്ല. ഇപ്പം തന്നെ നമ്മളിങ്ങനെ പുരട്ടി വെച്ചപ്പം കണ്ടല്ലോ, അതിനകത്ത് ഇച്ചിരി വെള്ളം ഊറി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം അതും ചിലപ്പോൾ ഉണ്ടാകാറില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒട്ടും ഞാൻ വെള്ളം ചേർക്കാറില്ല. എന്നിട്ട് ഞാൻ ഇത് ചെറിയ തീയിലിട്ടാണ് ഞാൻ വേവിക്കാറുള്ളത്. അപ്പം അതിന് നല്ല രീതിയിൽ വെള്ളം ഒഴുകും. തീ കൂട്ടി വെച്ചാൽ എനിക്ക് അത് ടേസ്റ്റും മാറും, നല്ല രീതിയിൽ വെള്ളം വരുന്ന പോലെ എനിക്ക് തോന്നില്ല. കാരണം ഇത് പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ. അപ്പം ചെറിയ തീയിലിട്ട് അങ്ങ് ആക്കത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നല്ല ടേസ്റ്റിൽ വരാറുണ്ട്. ആ സമയം ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ കപ്പ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയം അല്ലൂസിന് കുറച്ച് ഹോളിഡേ ഹോംവർക്ക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവനെ വഴക്ക് പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എഴുതാനൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയേക്കുവാണ്. കണ്ട നമ്മളെ ചിക്കൻ ഇടയ്ക്ക് നമ്മൾ വന്ന് ഇങ്ങനെ ഒന്ന് അടിയൊന്ന് പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കണ്ട അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ്. ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. കറിവേപ്പില ഇടുക, കുറച്ച് തക്കാളി ഇങ്ങനെ മേളിൽ ഒന്ന് വിതറുക, അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു ചൂടിൽ വെച്ച് അത് വീണ്ടും ഒന്ന് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ സെറ്റാവും. ഇനി നമുക്ക് ഗ്യാസും അങ്ങ് ഓഫ് ചെയ്തേക്കാം. ചിക്കൻ കറിയുടെ കളർ ഉണ്ടോ? എനിക്ക് ഈ കളറിൽ ചിക്കൻ കറി കാണാനാണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ടേസ്റ്റ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി കപ്പ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വിയർത്ത് കുളിച്ച് ഒരു പരുവമായിട്ടുണ്ട്. പിന്നെ അല്ലിക്കുട്ട ഹാപ്പിയാണ്, ആ സമയം എഴുതണ്ടല്ലോ അവന്. അങ്ങനെ കപ്പ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കിച്ചൺ ക്ലീനിങ്ങിലേക്കൊന്നും കടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം എന്തായാലും എനിക്ക് വിശന്നിട്ട് താങ്ങാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ട് കഴിക്കാറ്. പിന്നെ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് മാത്രം കഴുകി വെച്ചാൽ മതിയല്ലോ. പിന്നെ പോയി സ്വസ്ഥം ഒരു തിരിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളങ്ങ് നെഗറ്റീവ് അടിച്ച് പോകുന്നേ. ഇത്രയും കഴുകാനുണ്ട്, ഇത്രയും ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക്. ഇതാവുമ്പം അത് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴുകി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു കിച്ചൺ കാണുമ്പം തന്നെ എന്തോ ഒരു മനസ്സംതൃപ്തിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അവിടെ ഇരുന്ന് ഓർക്കുമ്പം തന്നെ മനുഷ്യന് ഡാർക്ക് സീനാണ്. പിന്നെ ഇത് കഴുകാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാം കൊണ്ടുവന്ന് ഈ മേടിച്ച സാധനങ്ങളും എല്ലാം കൂടെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിരുന്ന് കണ്ടപ്പോഴാണ് ആകെപ്പാടെ അലങ്കോലം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു രണ്ട് പാത്രമേ ഉള്ളായിരുന്നു. പാത്രം ഇങ്ങനെ കഴുകാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം കുക്ക് ചെയ്ത കുറച്ച് ഐറ്റംസും അങ്ങനെ അതെല്ലാം വേഗം കഴുകി വെച്ചപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിൽ വിസിലൊക്കെ വന്ന് സംഭവം പിന്നെ ഞാൻ അരപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ തലവേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചോളാൻ വയ്യാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ ഇവർക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഇത്രയും ഇതൊന്നും ഇല്ല, ചീനിയൊന്നും ഇവർ കഴിക്കാറില്ല. അപ്പം ഇതിനൊരു ഗുമ്മായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കപ്പ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാണാനൊരു ഗുമ്മിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ചിക്കൻ കറിയൊക്കെ ഒഴിക്കുന്ന കാണുമ്പോൾ ഒരു ഗും വരുമല്ലോ. കണ്ടോ, നമ്മളെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ അടിപൊളിയില്ലേ, കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. പണ്ടൊന്നും എൻ്റെ സൂപ്പറായി വരാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു രീതിയെല്ലാം പഠിച്ചു വന്നപ്പോഴാണ് ഇതിങ്ങനെയാണ് വെക്കുന്നത്, ഇതിങ്ങനെ വെച്ചാലേ സെറ്റാവും, ആ രീതിയിൽ വെച്ച് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ കറി ടേസ്റ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് വേറെന്തോ ഒരു സാധനം കഴിക്കുന്ന ടേസ്റ്റ്